ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. നിങ്ങൾ നോക്കി, ഞാൻ വൈകുന്നേരത്തെ ആടിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞ പറമ്പ്, അതായത് കമ്പനി പറമ്പിലേക്ക് വന്നതാണ്. അപ്പോൾ കുറച്ച് പ്ലാവിൻ്റെ ഇല ഉണ്ടായിരുന്നു, അത് ഞാൻ അവിടെ കൊടുന്നിട്ടതായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കത് ഇട്ട് കൊടുത്തതാണ്. ആട്ടിൻകുട്ടികളൊക്കെ അവിടെ അങ്ങനെ ദൂരെ നിന്ന് ഓടി കളിക്കുന്നുണ്ട്. ഒരു 5 ബേബി ഏസുകളുണ്ട്. 3 ആടിൻ്റെ കുട്ടികളാണ്. ഇതാണ് നമ്മളെ മുത്തുട്ടി നല്ല പ്ലാവിൻ്റെ എല്ലാം ചമക്കണ സൗണ്ടാണ് കേൾക്കുന്നത്. അവൾക്ക് ആകെ ഒരു മോനെ ഉണ്ടായത്. ആ മോനെ ഞാൻ കൊടുത്തു. പക്ഷേ ഇപ്പോൾ അവൾക്ക് വേറെ കുട്ടികളൊന്നുമില്ല. അവൾ പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടില്ല. കുറേ ആളുകൾ ചോദിച്ചു, അറക്കണ ആൾക്കാർ. ഞാൻ കൊടുത്തിട്ടില്ല, പാവല്ലേന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ എൻ്റെ കുട്ടികളിലെ ഏറ്റവും ഇളയ കുട്ടിയാണ് ആ നിൽക്കുന്നത്, കറുപ്പ് കുട്ടി. അതിന് ഞാനൊരു പേരിട്ടിട്ടില്ല. പേരിടണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല പേരറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. 5 കുട്ടികളുണ്ട്. 5 ആൾക്കാർക്കും ശരിക്കുള്ള പേര് വിളിച്ചിട്ടില്ല. പിന്നെ വരുന്നൊരു മോന് ഇവിടുന്ന് വരുന്നുണ്ട്, ദൂരെന്ന്. അതവിടെ കിടന്നു പോയി. അതാണ് നമ്മളെ കുഞ്ഞവറാൻ. അതാണ് കുഞ്ഞവറാൻ. ആ വെള്ള ഓൻ്റെ വയറുമ്മലാണ് വെള്ള പാണ്ടുള്ളത്. അതുപോലെ എൻ്റെ 5 ബേബികൾക്ക് പേരിടാണ്ട്. ഞാൻ ബേബീസ് എന്ന് എല്ലാവരുടെയും കൂടിയാണ് വിളിക്കാറ്. ഇതാണ് പൊന്നൂസിൻ്റെ കുട്ടി. അതൊന്ന്. ഇത് റിമു, വെള്ള ആട് റിമു ആണ്. റിമുവിൻ്റെ മോനാണിത്. പിന്നെ റിമുവിൻ്റെ വാലിൽ വലിയൊരു ഉണ്ട്. അത് ആകെ പഴുത്ത് നല്ല സംഭവം അയക്കണ്. ഏതായാലും മരുന്നും സ്പ്രേയും ഒക്കെ അടിച്ച് വൃത്തിയാക്കി കൊടുക്കാറുണ്ട്, മരുന്നും തേച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ അത് മാറിയിട്ടില്ല എന്നാണ്. പഴുത്തിട്ടുണ്ട്. ഇനി എന്താ പാടെന്ന് അറിയില്ല. ഉണ്ടാ അതിൻ്റെ അടിയിൽ കാണിക്കുന്നുണ്ട്, വാലിൻ്റെ അടിയിൽ. കഴിഞ്ഞ പ്രസവത്തിലും അതിന് അതേപോലെ ഉണ്ടായി. ഇപ്പോഴും അതേപോലെ തന്നെ ഈച്ച കൊത്തിയിട്ടാണ് അങ്ങനെ ആവുന്നത്. അപ്പം ശരി, ഇതാ നമ്മളെ കുഞ്ഞവറാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, അടുത്തേക്ക് വന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബായ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിൻ്റെ ബേബികളെ ഏതൊക്കെ ഇഷ്ടമായി എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് പൊന്നൂസ്. ഈ പൊന്നൂസും റിമുവാണ് ഇതിൻ്റെ ആടുകളിൽ വെച്ച് ഏറ്റവും മൂത്തത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.